ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. ജിൻ സംസാരിച്ച് ജിന്ന് ക്ലാസ് എടുത്ത് ജിന്ന് അവിടെ നിന്ന് പോയി. പിന്നെ കുറച്ച് നേരം ഷുഗർ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഷുഗർ ക്ലാസ് എടുത്ത് കഴിഞ്ഞു. അതെ, ജിന്ന് ഇംഗ്ലീഷ് പ്രൊഫസർ, ഷുഗർ കൊറിയൻ പ്രൊഫസറാണ്. അതെ, ഈ കൊറിയയിലാണ് നടക്കുന്ന സ്റ്റോറി. കൊറിയൻ പ്രൊഫസർ അങ്ങനെ കൊറിയ പഠിപ്പിച്ച് പോയി. പക്ഷെ ആറം മാത്സ് പ്രൊഫസർ അങ്ങനെയായിട്ട് ഓരോന്ന് പഠിപ്പിക്കാമായിരുന്നു, സബ്ജക്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ 3 പേരാണ്, ജിന്നും ഷുഗം ആറും 3 മാത്രം ഹീറോയിൻ്റെ ക്ലാസ് എടുക്കാമായിരുന്നു. അതെ, മാത്സും അങ്ങനെയായിട്ട് ഓരോന്ന് ക്ലാസ് എടുക്കാമായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. മച്ചേ, നീ എന്താടി ഇവർ 7 പ്രൊഫസർ എന്ന് പറഞ്ഞു? ഇല്ലടി, ഏത് പ്രൊഫസർ? ഈ 3 പേരെ വന്നത്. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഹീറോയിൻ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഫ്രണ്ട്സുകളുടെ ജോലിയായിട്ട് അനുസരിക്കായിരുന്നു. അങ്ങനെ ഹീറോയി ജോലിയെ സംസാരിക്കായിരുന്നു. അതെ, ആ സീനിയർ വന്ന് ഹീറോയിയുടെ ബുള്ളിങ് ചെയ്ത മാതിരി തോന്നി. ഹീറോയി പറഞ്ഞു മനസ്സിലാക്കി, എനിക്ക് മലയാളം ഡ്രസ്സുമില്ല. ഹീറോയി പറഞ്ഞു, എനിക്ക് ഫിയാൻസി കൊണ്ട് പറഞ്ഞാൽ ഇവൻ നമ്പില്ല, പോടായിരിക്കായിരുന്നു. കണ്ടു കഥ ഇരുന്നായിരുന്നു. ഒരു ചക്കരുണ്ടായിരുന്നു, ഹീറോയിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അതെ, ഹീറോയി പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും ഹീറോയി അങ്ങനെ പറയായിരുന്നു. അതുകൊണ്ട് ഫിയാൻസി എന്താ വരാതെ ഫിയാൻസി വരും എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു കാറ് വന്നു. അയ്യോ, കാറാ? അങ്ങനെ ആ കാറിൽ സ്റ്റൈലായിട്ട് ജിമ്മിന് ഇറങ്ങി വന്നു. ഹീറോയി വായൊന്ന് വളർന്നു വാന്ന് നോക്കായിരുന്നു. അതെ, ജിമ്മിനാണ് ഇറങ്ങി വന്ന. അങ്ങനെ ഹീറോയി ജിമ്മിന് വായ് വളർന്ന് നോക്കുമായിരുന്നു. അതെ, ജിമ്മിനാണ് സ്റ്റൈൽ സ്മിക് ചെയ്തിട്ട് വന്നായിരുന്നു. ഹെയർ സ്മിക് ചെയ്ത് വന്നായിരുന്നു. ഹീറോയി ഫ്ലാറ്റ് ഹൈ. വാവ്, ഇവരുള്ള ഈ 3 പ്രൊഫസർ ഇവൻ ആൻസുമായിട്ടുണ്ടാണ്. ഹീറോയി ജോലി വിട്ട് സൈറ്റ് അടിക്കായിരുന്നു. ഫ്രണ്ട്സ് പറയും, മച്ചി അങ്ങനെയൊക്കെയാണ്. ആ സീനിയർ നോക്കായിരുന്നു. ഇവൾ ആരാ നോക്കുന്നത്? ജിമ്മിനെ സൈറ്റ് അടിക്കാണ്. അങ്ങനെയായിട്ട് നോക്കായിരുന്നു. ഇവനൊക്കെ കൺഫ്യൂസ്, എന്താ ഇവിടെ നടക്കുന്നത് എന്ന് എങ്ങനെയായിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ ഹീറോ ജോലിയായിട്ട് അങ്ങനെ ഡിന്നർ ടൈം വന്നായിരുന്നു. അങ്ങനെ വെള്ളടിച്ച് ഒരു വെളിയിലുണ്ടായിരുന്നു ഹീറോയി. അപ്പാണ് ജിമ്മിന് വന്നത്. ഫ്രണ്ട്സോട് സംസാരിക്കുമായിരുന്നു. ജിമ്മിന് ഹീറോയിനെ നോക്കി അടുത്ത് വരാൻ തുടങ്ങിയായിരുന്നു. ഇതാ സീനിയർ ശ്രദ്ധിച്ചായിരുന്നു. ജിമ്മിന് അടുത്ത് വന്ന് ഹീറോയിനെ നോക്കിയായിരുന്നു. ഹായ് എന്ന് പറഞ്ഞ ഹീറോയിൻ ഇവരും വെക്കപ്പെട്ട് തല വയ്യായിരുന്നു. അങ്ങനായിട്ട് ഫ്രണ്ട്സ് നടക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു. അവർ ചിരിക്കായിരുന്നു, ഹീറോയിൻ ചിരിക്കായിരുന്നു. ജിമ്മിന് ഹീറോയിനോട് സംസാരിക്കായിരുന്നു. അവർ സീനിയർക്ക് ഒന്നും പറഞ്ഞു കേട്ടില്ലായിരുന്നു. ഇങ്ങനെയായിട്ട് സീനിയർ ഇങ്ങനെ എണിച്ച് പോവായിരുന്നു. ആ ബേബി ഓക്കെ ആണോ എന്ന് ജിമ്മിന് കേട്ടു. ഇത് ആ സീനിയർക്ക് കേട്ട്, എന്താ ബേബിയാ? അപ്പോൾ ഇവനാണോ ഫിയാൻസി എന്നെ സീനിയർക്ക് കൺഫ്യൂസായി. അതായത് ജിമ്മിൻ കൈ പിടിച്ചായിരുന്നു. സാർ, നിങ്ങളാരാ സർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഹീറോയുടെ ഫ്രണ്ട്സ് കേട്ടായിരുന്നു. ജിമ്മിന് പറയാൻ തുടങ്ങി, അതൊന്നുമില്ല, എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. നീ എന്നെ ജിമ്മിന് പറയുന്നത്. സർ, നിങ്ങൾ ആരാ എനിക്ക് അറിയില്ല. ഞാൻ ഈ പാർക്ക് കമ്പനി CEO ആണ് ജിമ്മിന് പറഞ്ഞു. സർ, നിങ്ങളെന്നെ ഇവിടെ വന്ന? അതൊന്നുമില്ല, ചുമ്മാ വന്നത്, ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഹീറോയ്ക്ക് കൺഫ്യൂസ്, എന്താ മച്ചി ഇവിടെ നടക്കുന്നതെന്ന് ഹീറോയ്ക്ക് കേൾക്കായിരുന്നു. ഇല്ല മച്ചി, ദിയാറായിരുന്നു. എനിക്ക് എന്ത് നടക്കുന്നു ഒന്നും മനസ്സിലായില്ല. പൂജ വരാം. അങ്ങനെ മിയ പറയാൻ തുടങ്ങി, എടി എനിക്ക് ഡൗട്ട് വരാം. 3 വന്ന പ്രൊഫസറാ നിന്നെ നോക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ പുതിയൊരാൾ വന്നു. ഇവരെ കാണും, നിൻ്റെ മേലെ കാണും. എനിക്കൊരു ഡൗട്ടുണ്ടടി എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് 2 പേര് പറയായിരുന്നു. അതേ ഡൗട്ടടി എനിക്കുള്ളത്. ശരി, ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കോളേജില്ല, ലീവാണ്. ഹീറോയി ഫ്രണ്ട്സോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ ഹീറോയി ഉറങ്ങുകയായിരുന്നു. ഇങ്ങനെ കുറേ ബോയ്സ് ഹീറോയിൻ്റെ പുറകെ നടക്കായിരുന്നു. ഇത് 7 പേർക്ക് ന്യൂസ് വന്നു. 7 പേർ ന്യൂസ് അത് വരാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ എവിടേക്ക് പോയി ഹീറോയിൻ്റെ പുറകിൽ വരുന്നു. ഈ ന്യൂസ് അവർക്ക് വന്നായിരുന്നു, ഹീറോയിൻ്റെ പുറകിൽ നടക്കാമെന്ന്. അത് കേട്ടാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ വെളിയിൽ പോയ എല്ലാ ബോയ്സൊക്കെ ഹീറോയിനെ പോലെ കണ്ണു ഇതെല്ലാം പറഞ്ഞാണ്. ഇപ്പോൾ കോളേജിൽ ബോയ്സൊക്കെ ഹീറോയിനെ പോലെ കണ്ണു വന്ന് എന്ത് ചെയ്യാം, കോളേജിൽ പിക്കപ്പായ എന്ത് ചെയ്യാം എന്ന് ബോയ്സ്. ഹീറോയിൻ സ്കൂൾ പഠിക്കുമ്പോൾ ഹീറോയിനെ കുറിച്ച് ഫോളോ ചെയ്ത് ഹീറോയിനെ അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു 7 ബോയ്സ്ക്ക്. അവർ 7 പേര് ഫേമസ് ആണ്. അതുമാത്രമല്ല, ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, ഹീറോയി പഠിക്കാൻ വരുന്ന കോളേജിൽ
പോവാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഹീറോയിന് പുറകെ നടക്കുക. ഇപ്പോൾ കോളേജ് പഠിച്ചാൽ പിക്കപ്പായി എന്താ ചെയ്യാന്ന് ഹീറോയിനെ ആരും എല്ലാവരും ഓൺ സൈഡ് ലവ് ചെയ്യാണ്. 7 പേർക്ക് ഹീറോയിനെ ഒത്തിരി ഇഷ്ടമാണ്. അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫാമിലിയിൽ വന്ന് ചോദിച്ചായിരുന്നു, എങ്ങനെ സാർ സെറ്റാവില്ല ഓൾറെഡി പറഞ്ഞു. ജിമിൻ പറഞ്ഞു, മാം നിങ്ങൾ മോളെ ഞങ്ങൾ എല്ലാവരും 7 പേരും സിൻസിയർ ലവ് ചെയ്യുക, അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഉമ്മ ആശാക്കായിരുന്നു, മാം സാർ അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യാൻ പ്രശ്നമില്ല, നിങ്ങളുടെ മോള് അവൾ പഠിക്കട്ടെ, അതുമാത്രമല്ല ഞങ്ങളെല്ലാവർക്കും അവളെ ഒത്തിരി ഇഷ്ടമാണ്, പ്ലീസ് എങ്ങനെയായിട്ട് അവർ പാവമായി കേൾക്കാൻ തുടങ്ങി. ആദ്യം ഹീറോയിൻ്റെ മമ്മിക്ക് ഡാഡിക്ക് ഓൾറെഡി ഹീറോയിനെ അവർക്ക് ഇഷ്ടമാണെന്ന് ഇത് മമ്മിക്ക് അറിയായിരുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് അവത്ത് ഒരു കുട്ടി ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോകുമ്പോൾ ഹീറോയിനെ അവർ രക്ഷിച്ചത്. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോകുമ്പോൾ അവരാണ് ഹീറോയിനെ രക്ഷിച്ചത്. അതെ, അതുകൊണ്ട് ഇവർക്ക് ഹീറോയിനെ ഫസ്റ്റ് മീറ്റ് അവർക്ക് ആക്സിഡൻ്റ് ആകുമ്പോൾ ഹീറോയിനെ രക്ഷിച്ചത് അവരായിരുന്നു. അങ്ങനെ ഹീറോയിൻ ബൊത്തുമങ്ങി വീണായിരുന്നു. അങ്ങനെ 7 പേരാണ് ഹീറോയിനെ രക്ഷിച്ചത്. അവളെ മമ്മീനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാക്കിയത് അവരാണ്. അതുകൊണ്ട് ഹീറോയിൻ്റെ മമ്മിക്ക് ഓക്കെ എന്ന് പറഞ്ഞു ഡാഡി മമ്മി. അങ്ങനെ 2 പേർക്ക് അതെ ഹീറോയ്ക്ക് അറിയില്ല, അവർക്ക് ഹീറോയ്ക്ക് എൻഗേജ്മെൻറ്റ് വായിനി. അത് ഹീറോയിൻ മമ്മി പറഞ്ഞു, നീ ആരല്ല ചോദിച്ചാൽ അതൊക്കെ മോം എൻഗേജ്മെൻറ്റ് ഇല്ല നിനക്ക് ഓൾറെഡി ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, എൻഗേജ്മെൻറ്റ് ഇപ്പം ആവില്ലേ, എൻഗേജ്മെൻറ്റും ഉണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ ഹീറോയിനോട് പറഞ്ഞിരുന്നു, നിനക്ക് ഓൾറെഡി എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഫ്രണ്ട്സിനോട് പുള്ളി പണ്ട് ചുമ്മാ ജോക്ക് പറഞ്ഞത്, എനിക്ക് ഫിയാൻസി ഉണ്ട് ഞാൻ. അങ്ങനെ ഫ്രണ്ട്സ് കണ്ടുപിടിച്ച് പറയുന്നത്, മച്ചി അപ്പോൾ നിനക്ക് റിയൽ എൻഗേജ്മെൻ്റ് ആയാ? ആ എൻഗേജ്മെൻ്റ് ആയി എന്നെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ആരും എനിക്കും അറിയില്ല. അങ്ങനെയായിട്ട് ഹീറോയിൻ പറഞ്ഞായിരുന്നു, അത് മുതലടെ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് എനിക്ക് ഒരാളല്ല 7 ബോയ്സ് ഡി എന്ന ഹീറോയിൻ ഫ്രണ്ട്സിനോട് വന്നായിരുന്നു, വീട്ടിൽ പറഞ്ഞായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവൾ ഫ്രണ്ട്സല്ല ഹീറോയിൻ്റെ ഫ്രണ്ട്സല്ല ഫോൺ കട്ട് ചെയ്ത്. പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, ഒന്ന് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല എന്ന ഹീറോയിൻ ഫോൺ വെച്ച് കിടന്നുറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് PTS മെമ്പർ 7 ബോയ്സ് വന്നായിരുന്നു. മാം ആൻറ്റി വന്നോ, വാടാ എങ്ങനെയുണ്ട്, ഓക്കെ സുഖമാണെടാ, സുഖമാണ് ആൻറ്റി, അവൾ